കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ കരിമീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ 6 ബ്ലോക്കിനകത്ത് മീൻ വളർത്തുന്നുണ്ട്, കരിമീൻ. അപ്പം നമ്മൾ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് പിടിച്ചായിരുന്നു. അപ്പം ബാലൻസ് വേറൊരു കുളമുണ്ട്, ആ കുളത്തിനകത്ത് കുറച്ച് മീനുണ്ടെന്നാണ് നമ്മുടെ ഇക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടുത്തെ റാഫേലുണ്ട്, കണ്ടോ? റാഫേലായിരിക്കുന്നത് നമ്മുടെ ആസാം വാല. അപ്പം ആസാമിലുള്ള പാർട്ടിയാണ്. കണ്ടോ, നമ്മുടെ കുളം ഇതാണ്, 6 ബ്ലോക്കിനകത്തുള്ള ഒരു കുളമാണ്, കണ്ടോ? അപ്പോൾ ഇതിനകത്ത് കരിമീൻ ഇട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ഇക്ക പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനകത്തെ കരിമീനെ പൊക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൈക്കാരൻ റാഫേലാണ്. റാഫേൽ, ഹായ്. അപ്പോൾ നമുക്ക് പയ്യെ പണി തുടങ്ങാം. അപ്പം മച്ചന്മാർ നമ്മളിത് പയ്യെ പണി തുടങ്ങുകയാണ്. വരയ്ക്കകത്ത് ശകലം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഉടക്കൊക്കെ ഉള്ളു. വെള്ളം വീണ് കഴിഞ്ഞാൽ ഉടക്കൊക്കെ ഉള്ളത് അങ്ങ് മാറും. പയ്യ നമ്മളെ വലയിടുന്നതിൻ്റെ ആ കുളത്തിൻ്റെ മേളിലേ ഈ നീർക്കാക്ക ചാടാതിരിക്കാനായിട്ട് വല ഇട്ടുണ്ട്. അതേ ഉടക്കി കിടക്കുന്ന ഒരു കരിമീനെ കണ്ടോ? ചത്തിട്ടൊന്നുമില്ല, ജീവനുള്ളതാണ്. പയ്യ ചോടാ പയ്യ ചോട നെയ്നെ പാനി കണ്ട വലൊക്കെ ഇട്ടിറങ്ങുന്നുണ്ട്, കണ്ടോ? എന്തോ ആപത്ത് പറ്റി. വല വെള്ളത്തിലായിരുന്നു, അപ്പോൾ അതേ വന്ന് എങ്ങനെ കയറി വന്ന് വീണതാണ്. വലക്ക് എടുക്കുന്ന സാധനമാണ്, കണ്ടോ? അപ്പം നമുക്ക് വല ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ? അപ്പം മച്ചാന്മാർ നമ്മളിത് വല ഇട്ട് തീർന്ന്. അപ്പം നമ്മുടെ വല ഫുള്ള് തീരത്തില്ല. അപ്പം നമ്മൾ ബാലൻസ് ഇവിടോട്ട് വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കാൻ പോവാണ്. അനക്കിയിട്ടേ നമുക്ക് പയ്യെ വലിക്കാം. ചെറുതായിട്ടൊന്ന് അനക്കാം. ഇപ്പം അത്യാവശ്യം മീൻ വീണിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് ചെറുതായിട്ട് നമ്മുടെ മെയിൻ പൈപ്പ് ഞാൻ കൊണ്ടുവന്നില്ല, മറന്നുപോയായിരുന്നു. വിളിച്ചപ്പോഴത്തേക്കിനെ പെട്ടെന്ന് ഇനി പോകുന്ന കാരണം മറന്നുപോയി. അത് നമുക്ക് വേറെ ഇവിടുത്തെ ഒരു ചെറിയൊരു പൈപ്പുണ്ട്, അത് വെച്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കാം. എന്നതിന് ശേഷം നമ്മൾ പയ്യെ വല വലിക്കാം. അപ്പോൾ ഈ വല ബാലൻസ് വരുന്ന വല നമുക്ക് ഇങ്ങോട്ട് മേലോട്ട് മാറ്റി വെക്കാം, അല്ലാതെ അവിടെ വെള്ളത്തിൽ ഇനി അനക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അനക്കിയതിന് ശേഷം പയ്യെ മീനെ എടുക്കുന്നത് കാണിച്ചു തരും. അതതിൻ്റെ അടിയിൽ കൂടെ പോകാം. മച്ചാന്മാരെ നമ്മളിത് വലയെല്ലാം ഇട്ട് അത്യാവശ്യം ഒന്ന് അനക്കി. ഇനിയും പയ്യെ നമ്മൾ വല വലിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ പ്രതീക്ഷ മീൻ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വലിക്കുന്നത്. എന്തെങ്കിലും കാണാതിരിക്കത്തില്ല, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് പയ്യെ തുടങ്ങാം. അപ്പം നമ്മുടെ മാറ്റി വെച്ച വല ഇങ്ങോട്ടൊക്കെ കയറ്റണം, എന്നാലേ നമ്മുടെ പണി നടക്കത്തുള്ളൂ. ഇവിടെ ഇപ്പം കാണാൻ ചാൻസ് കുറവായിരിക്കും, കാരണം നമ്മൾ നേരെ ഇങ്ങനെ ഇട്ടിരിക്കുക കുറച്ച് പീസ്.
ഇതിനകത്ത് കാണാൻ കുറവായിരിക്കും, കാരണം നടുക്കൂടെ നമ്മൾ ഇട്ടിരിക്കുകയല്ലേ. അതിൻ്റെ അപ്പിത്തട്ട് വേണമെങ്കിൽ ഇവിടെ നോക്കണം ഉണ്ട് അല്ലേ. ഇത് വരുന്നു, അധികം വലുതല്ല, ചെറുതാ ഇത് കാണോ, ചെറുതാണ്. ഇത് നമ്മൾ 100 കണ്ട പറഞ്ഞാട്ടെ വിട്ടാട്ടെ. അത് വലുതാ. ഇതും വലുതല്ല, അധികം വലുതല്ല. ഇതുണ്ടോ, ഇതും വലുതല്ല. ആ ആ കറി വെക്കാൻ ഉപയോഗിക്കാം, അത് വേണ്ടല്ലോ നമുക്ക്. നമുക്കേ 110-ൻ്റെ ആണ് നമ്മൾ 100-110-ൻ്റെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലേ നമുക്ക് വല്ല പൈസ വില കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വിലയും തരത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ കളയുക. ഇത് കണ്ട അതെ അവൻ പോയി. കൊഞ്ച് കണ്ടോ, अंडा है अंडा पकड़ेगा नहीं, अंडा वाला है। മുട്ടയുണ്ടോ, മുട്ടകളാണ്. मोटे 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 अंडा है यार। ठीक और बात खराब आएगा। കണ്ടോ ചാടുന്ന, അവൻ ചടയ്ക്കുന്നുണ്ടോ. ഇറുക്കും കണ്ട, എന്നെ ഇറുക്കാനായിട്ട് നോക്കുന്നുണ്ടോ. ഇറുക്കി 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 ഇറുക്കി. കണ്ടോ उल्टा कर उल्टा कर। हाँ ഇത് മുട്ടയാണോ? हाँ मुट्टे ഇത് കണ്ടോ, ഇതിൻ്റെ മുട്ടയായത് കണ്ടോ, മുട്ടക്കൊഞ്ചായത്. അതായത് ഇവിടെ കിടക്കട്ടല്ലേ, ഇവിടെ ഇതിനകത്ത് ഇട്ടേക്കാം. മീൻ വരുന്നുണ്ട്, കരിമീൻ കരിമീൻ കിടക്കുന്നുണ്ടോ ചമര കണ്ടോ, നല്ല സൈസ് വേണം. ഇത്ര സാധനം ഉണ്ടോ നമുക്ക് വേണ്ടത്. അതിനകത്ത് ചെറുതുകൊണ്ട് കണ്ടോ, അവിടെ കിടക്കുന്നുണ്ടോ, നമ്മുടെ മറ്റേ വരയിലാണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഇതെന്തോ മച്ചന്മാരെ കിടക്കുന്നത്. രണ്ടും ചെറുതാ, എന്നാലും ആവശ്യം പോലെ ഉണ്ട്. പിന്നെ ഒത്തിരി ചവറൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു കുളമൊന്നും അത്ര ക്ലിയർ ആക്കിയിട്ടില്ലേ. ഇത് കണ്ടോ, ഈ കുളത്തിനകത്ത് ഇടുമ്പോഴത്തേക്കിനെ ഇങ്ങനൊന്നും ചവറ് വരുന്നുണ്ട്. മഴക്കാറുണ്ട്, അപ്പം നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല. അത് കാരണം നമ്മൾ മൊബൈൽ അങ്ങോട്ട് അവൻ്റെ കൊടുത്തിട്ട് നമുക്ക് തീർന്നു കഴിയുമ്പോൾ എല്ലാം കാണിക്കാം. ഇനിയും കിടപ്പുണ്ട് കണ്ടേ, ഇതല്ലോ കിടക്കുന്നത് ഉണ്ടോ, സാധനം കിടക്കുന്നുണ്ടോ. ഇനിയും വരുന്നുണ്ട്, ബോർഡൊക്കെ കൊണ്ടും തോന്നുന്നു. ഇത് കണ്ടോ മച്ചാമാരെ, ഇത് കണ്ടോ കരിമീൻ കിടക്കുന്ന കണ്ടോ, കണ്ടോ നീ വരുന്നു കണ്ടോ. ഇങ്ങനെ കരിമീൻ കിട്ടണം അല്ലേ, കായലിൽ നിന്നൊക്കെ ഇങ്ങനെ കരിമീൻ കിട്ടുവാണ് നമ്മൾ തകർക്കുമല്ലേ. പണ്ടക്കാരൻ തിരിഞ്ഞു കഴിഞ്ഞു കണ്ടോ കണ്ടോ. അപ്പോൾ ഇത് എടുക്കട്ടെ, എടുത്തതിന് ശേഷം
കാണിക്കാം. കണ്ടോ? അപ്പം മച്ചന്മാർ നമ്മളിത് വല വലിച്ച് തീർന്നു. ഇത് കണ്ടോ, ഇത്രയും കൂടെ വലിച്ച് കാണുന്നുണ്ട്. മീൻ കിടക്കുക കണ്ടോ, ഇത് കണ്ടോ ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമ്മളിത് എടുത്തതിന് ശേഷം എല്ലാം വിശദമായിട്ട് കാണാം. എന്തുമാത്രം മീൻ കിട്ടി എല്ലാം ഇതുണ്ടോ. അപ്പം അത് ഇത്ര നമ്മൾ എടുത്തിരിക്കുകയാണ്. മീൻ വലിക്കുമ്പം തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാം കാണിക്കാം. നമ്മൾ എടുത്ത് തീരട്ടെ. ഇനിയും ഇനിത്തെ ചക്കലങ്ങളുണ്ട് വലിക്കാം. ഇതുണ്ട്, ഇവിടെ മീൻ കിടപ്പുണ്ട്. ഇതുണ്ട് ഉണ്ടോ. കറണ്ടും പോയി. നല്ല സാധനം. സൈസ് കിട്ടണം അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു അതില്ലെന്ന് തോന്നുന്നു. കുറവാണ് തോന്നുന്നത്. മറ്റേത് വലുതിനാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇതായിട്ട് തോന്നുന്നു. ഫ്രൈ ചെയ്യാൻ പറ്റുന്ന നീട്ടിയിട്ടുണ്ടാവും. ഞങ്ങളുടെ ഫ്രീസറൊക്കെ ഉണ്ട്. ഞാൻ അവരോട് ചോദിക്കണം എന്ത് ചെയ്യണമെന്നത്. നമുക്ക് കിട്ടിയ മീനാണ്. കണ്ടോ, ഇത്ര മീനാണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ ഒന്ന് തൂക്കി നോക്കും. വലുതിനെ തിരിയും, ചെറുതിനെ മാറ്റും. ഉണ്ടോ?